സാരല്ല, എന്റെ ഒത്താശ ഇവിടെ വേണ്ട. ചെയ്യാനുള്ളതും പറയാനുള്ളതും പറഞ്ഞിട്ട് വേറെ രീതിയിൽ സംസാരിച്ച് ആക്കുമ്പോൾ അതാവത്തില്ല. ബിക്കോസ് ആൾക്കാർ ഓൾറെഡി കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും ചെവിയും കണ്ണും ഉണ്ട്. ട്രിഗർ ആവുന്നുണ്ടോ? തോന്നിവാസം പറഞ്ഞ് ട്രിഗർ ആവുന്നുണ്ടോ? ഇല്ല, നിങ്ങളെപ്പോലെ പോക്കർ ഫേസ് വെച്ചിട്ട് ചിരിക്കുകയും ട്രിഗർ ആവുന്നുണ്ടോ എന്ന് ചെയ്താൽ ട്രിഗർ ആവുന്നില്ലെന്ന് കാണിക്കേണ്ട ആവശ്യം എനിക്ക് ട്രിഗർ ആവുന്നെങ്കിൽ ഞാൻ ഫേസ് എനിക്ക് വരുന്ന എമോഷൻസ് Oh my god. Stop being annoying. Trigger ആവുന്നുണ്ടോ? Stop being annoying. Shut up. Trigger ആവുന്നുണ്ടോ? Shut up. Shut up. Shut up. You Shut up. You too. You too. ഇങ്ങോട്ട് സംസാരിച്ചാൽ കൗണ്ടർ ചെയ്യും. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കേട്ടോണ്ട് പോകാൻ ഉദ്ദേശമല്ല. കേട്ടോണ്ട് പോകാൻ ഉദ്ദേശമല്ല. കേട്ടോണ്ട് പോകാൻ ഉദ്ദേശമല്ല. അത് ഏത് ഗസ്റ്റ് ആണെങ്കിലും പാറ്റേൺ കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ യൂഷ്വലി ഗസ്റ്റ് ആയിട്ട് വരുമ്പോ എന്താ സംഭവിക്കാന്ന് പാറ്റേൺ കണ്ടിട്ടുണ്ടല്ലേ? പാറ്റേൺ കോപ്പി കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ചീപ്പാ. ഇത് ചീപ്പാ. ലക്ഷ്മി എവിടെ? ലക്ഷ്മി എവിടെ? ഇതാണ് ലക്ഷ്മി. അന്നല്ലേ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ടാസ്ക് എന്താന്നുള്ളതൊക്കെ ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, സ്റ്റാർസ് തരുന്നതിന് മുന്നേ തന്ന 4 സ്റ്റാർസും തിരിച്ച് ഷാനവാസിന്റെ വാങ്ങിക്കാനാണ് ഓർഡർ. അല്ല, GMന്റെ ഓർഡറിലോ? I am guest. Don't speak over me. You speak when I'm done. You speak when I'm done. ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു വരും. ഓക്കെയാണ്, ഗസ്റ്റ് ആണ്. ഗസ്റ്റ് വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മളത് ഇയാൾക്ക് മറുപടി പറയാം. ഇയാൾക്ക് ഒരു കാര്യം പറയാനുള്ള സമയം പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഓനിയിൽ നിന്ന് കോയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസ് ഇന്നലെ 2 കോയിൻ കൊടുത്ത് അപ്പൊ തന്നെ അൺഫെയർ ആണെന്ന് തോന്നിയപ്പോ തിരിച്ചു ചോദിക്കുന്നതിന് മുമ്പേ ബിഗ് ബോസ് അനൗൺസ് ഷാനവാസ് ഡു നോട്ട്. ഷാനവാസിന് അപ്പൊ തന്നെ കോയിൻ തിരിച്ചു വാങ്ങുന്നതിന് മുമ്പ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതുകൊണ്ട് ഷാനവാസ് എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് നല്ല കോയിൻ തിരിച്ചു വാങ്ങാൻ പറ്റിയില്ല. സോ ഒനിയിൽ നിന്ന് കോയിൻ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങാം. സോ വാങ്ങുകയാണ്. എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ഒരു ക്ലീനർ ആയിട്ട് ഗസ്റ്റിനോട് അബ്യൂസീവ് ലാംഗ്വേജിൽ പെരുമാറുക, അസിസ്റ്റന്റ് മാനേജറിന്റെ ഫിസിക്കൽ അഗ്രഷൻ കാണിക്കുക, ഇതൊന്നും ആബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ അല്ല. നിങ്ങൾ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചോ? ചെയ്തിട്ടില്ലേ? അബ്യൂസീവ് ലാംഗ്വേജ് നിങ്ങൾ ഉപയോഗിച്ചില്ല. അബ്യൂസീവ് ലാംഗ്വേജ് ഞാൻ അങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കാറില്ല. പറഞ്ഞു കേൾപ്പിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചോദ്യമല്ല, ഞാൻ നിങ്ങളോട് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്തോ ഇല്ലെന്നുള്ളത്. I could literally tell you but I did not. I could literally tell you I did not. അപ്പൊ നീ അവിടെ യൂസ് ചെയ്തത് ആരാ അബ്യൂസീവ് ലാംഗ്വേജ്? നിങ്ങൾ അബ്യൂസീവ് ലാംഗ്വേജ് ഒരാൾ വിളിച്ചാൽ മറ്റേയാൾക്ക് വിളിക്കാം, പക്ഷെ ഒരാൾ വിളിച്ചിട്ടില്ലെങ്കിൽ മറ്റേയാൾക്ക് വിളിക്കാൻ പറ്റില്ല. അതാ ഉദ്ദേശിച്ചത്. ഷാനവാസ് ഇന്നലെ 1 സ്റ്റാർ ആയിരുന്നു തിരിച്ചു വാങ്ങിക്കാൻ വിചാരിച്ചേ. ഇപ്പൊ ഞങ്ങൾ 4 സ്റ്റാർസ് തിരിച്ചു വാങ്ങിക്കാനായിരുന്നു. ബിഗ് ബോസിന്റെ പെർമിഷൻ ഞങ്ങൾ ചോദിക്കുവാണ് 4 തിരിച്ചു വാങ്ങിക്കാൻ. ബിഗ് ബോസ് പറഞ്ഞാൽ യു ഹാവ് ടു ലിസൺ. ഞങ്ങൾ ചോദിക്കുവാണ്. ഓക്കെ, ഇന്നലെ 1 സ്റ്റാർ ആണെങ്കിൽ ഇന്ന് 4 സ്റ്റാർ തിരിച്ചു വാങ്ങിക്കാം. യൂണിഫോം വരെ അയച്ചു വെച്ചു. ബിഗ് ബോസ് പറഞ്ഞ അതേ പടികൾ. ഇന്നലെ സ്റ്റാർ കിട്ടിയത് ഈ പാനലിന്റെ ഡിസിഷനിൽ കിട്ടിയ സാധനമാണ്. ദൂർത്തടിക്കുന്നവരുടെ ഹൗസ് കീപ്പിംഗ് പ്ലീസ് വന്ന് ഉള്ളതുകൊണ്ട് പിരിക്കും. ഉള്ളത് കൊണ്ട് പിരിക്കും. ആരുടെ ഒത്താശയോടെ വേണ്ട. ഷാനവാസിന് കൊടുത്ത 4 സ്റ്റാർ തിരിച്ചു വാങ്ങിക്കണമെന്നുണ്ട്. ഷാനവാസിന് ഇനി കോയിൻസ് വേണമെങ്കിൽ ഷാനവാസ് റെസ്പെക്ട്ഫുള്ളി നിന്ന് വർക്ക് ചെയ്ത് കോയിൻസ് അടുത്ത റൗണ്ടിൽ വാങ്ങട്ടെ. ഇപ്പോൾ ഉള്ള കോയിൻസ് എല്ലാം ഷാനവാസ് റിട്ടേൺ ചെയ്യണം. അതില്ലാതെ ഇതിന്റെ പാർട്ടാവാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ചാൻസ് കൊടുക്കുന്നതിന്റെ പാർട്ടും ഞാൻ താല്പര്യം. ഓണർ പറയട്ടെ, യൂണിഫോം പറയട്ടെ. ഓണറിനോട് ചോദിച്ചിട്ടുണ്ട്. And I want to know, like, is it okay to like abuse someone?
Is it okay to use ഒരാളടുത്ത് അബ്യൂസീവ് ലാംഗ്വേജ് ഈ ഷോയിൽ എത്രമാത്രം നോർമലൈസ് ചെയ്യാനാണോ ശ്രമിക്കുന്നത്? ഒരാളോട് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതും കോൺസ്റ്റന്റ്ലി ഫിസിക്കൽ അഗ്രഷൻ പ്രോഗ്രസ് ചെയ്യുന്നതും എപ്പോഴും അങ്ങ് ഓക്കെ ആയിട്ട് അതൊന്ന് കോൾ ഔട്ട് പോലും ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് മാത്രം ഈ ഷോയിൽ അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. എസ്പെഷ്യലി എന്നോട് വിശിഷ്ട അതിഥി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മനുഷ്യന് എന്നോട് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് എനിക്കറിയണം. അതിന് ആക്ഷൻ ആവണം ആ സ്റ്റാർ തിരിച്ചെടുക്കുന്നത്. ഐ എം നോട്ട് ആസ്കിംഗ് ടു മച്ച്. ഐ എം നോട്ട് ആസ്കിംഗ് ടു മച്ച്. ഐ എം ഓൺലി ആസ്കിംഗ് ടു ടേക്ക് അവേ സ്റ്റാർസ്. റെഡി അല്ലല്ലോ? റെഡി അല്ലല്ലോ? ബിഗ് ബോസ് അനൗൺസ് ചെയ്യട്ടെ. അനൗൺസ് ഇപ്പൊ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ കുളിക്കാൻ പോവാണ്. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് ഇതിന് ഡ്രാമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാം, ഒരാളുടെ തീരുമാനം, ഇത് ഫുൾ പാനലിന്റെ തീരുമാനമല്ലേ? ഞാൻ ചെയ്ത തൊഴിലിന്റെ കൂലിയാണത്. എന്തായിക്കോട്ടെ, അത് എന്തായിക്കോട്ടെ, തന്ന് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശമില്ല. ഓണർ പറഞ്ഞാൽ തിരിച്ചു കൊടുക്കും. അത് കറക്റ്റ് ആണ്. അത് ഏതാണെന്നുള്ള നിങ്ങൾ വളച്ചൊടിച്ചിട്ടും കാര്യമില്ല. തന്ന് തീരുമാനിക്കാൻ പറ്റുന്നതാണെന്നുള്ളത് ബിഗ് ബോസ് പറയാം. ബിഗ് ബോസ് ഇദ്ദേഹത്തെ പോലുള്ള ചീഫ് ഗെയിമറിന് വേണ്ടിയിട്ട് എന്റെ സമയം കളയാൻ താല്പര്യമില്ല. വേണം എനിക്ക് തിരിച്ചു പോയി. കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ തുറന്നു പറയുമ്പോൾ കുരു പൊട്ടും. എന്ത് വൃത്തികേടാണോ കാണിച്ചു കൂട്ടിയത്? തന്നെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരു ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ഒരു സ്പീഷ്യസിന് ഞാൻ കണ്ടിട്ടില്ല. തന്റെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, വെറും ചീപ്പാണ്. കൂടല്ല മേഡത്തിനോട് വെച്ചോക്കിയാൽ മതി. ഏത് മേഡം? കൂടല്ല മേഡാണല്ലോ ഇത് പൊക്കി പിടിച്ചു കൊണ്ടത്. ഏത് മേഡമല്ലോ? ഏത് മേഡം? നമ്മൾ തമ്മിലുള്ള പ്രശ്നം. കൂടെയുള്ള മേഡത്തിന് ഇഞ്ചക്ട് ചെയ്തത് ആരാ? താനാണ്. താൻ പറയുന്ന വെറും വൃത്തികെട്ട മനുഷ്യൻ മാത്രമേ പറഞ്ഞോളൂ. നിങ്ങൾ തെളിവുണ്ടോ? അതാ താനും ഞാനായിട്ടും സംസാരിക്കുന്ന ക്യാമറ ഉണ്ട്, തെളിവ് മനസ്സിലായോ? ക്യാമറയിൽ താൻ കാണട്ടെ. ഷാനവാസ്, നിങ്ങൾ തീർന്നു, മനസ്സിലായി? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാർ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും, മനസ്സിലായില്ലേ? ഇപ്പൊ ടാസ്ക് എന്താണ്? കൊടി പിടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അറിഞ്ഞിട്ട് കൊടി പിടിക്കണം. ഇതിനൊരു സൊല്യൂഷൻ എന്റെ വിഷയത്തിൽ ഞാൻ രണ്ടുപേരെ പക്ഷം പിടിക്കുന്നില്ല. മോഹൻലാൽ സാർ പിന്നെ അതുവരെ ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പൊക്കുന്നത് എന്തിനാണ്? ഇതെന്തിനാണ് കുത്തിപ്പൊക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ് തന്നെ പോലുള്ള ഒരു കള്ളനാണ്. കള്ളന്റെ മുഖംമൂടി വലിച്ചു മാറി, മനസ്സിലായില്ലേ?